ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. സഹികെട്ട് ഏറ്റവും ഒടുവിലായി അമേരിക്കയ്ക്ക് അവതരിക്കേണ്ടി വന്നു. പക്ഷേ രസകരമായ വസ്തുത, നമ്മുടെ നാട്ടിലെ മീഡിയകളുണ്ടല്ലോ, ഇറാൻ തന്നെ ലീഡ് ചെയ്യണം എന്ന് അവർക്ക് എന്തോ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് പോലെ. സാരമില്ല, ഇപ്പോ സാധാരണ ജനങ്ങൾക്കും ഏതാണ്ട് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇറാൻ തന്നെ ലീഡ് ചെയ്യണം, ഇസ്രായേൽ ആണെങ്കിലോ തോറ്റു പരാജയപ്പെടണം. ശരി, അവരുടെ മനസ്സിന്റെ ബലം പോലെ അവർ ആ രൂപത്തിലുള്ള വാർത്തകൾ കൊടുത്തോട്ടെ, കുഴപ്പമില്ല. ഓരോ മാധ്യമങ്ങൾക്കും, ഇപ്പൊ യൂട്യൂബ് ആണെങ്കിൽ പോലും ഓരോന്നിനും ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയവും മത താല്പര്യവും ഒക്കെ. അതിനനുസരിച്ചിട്ട് തന്നെയാണ് അവര് വാർത്തകൾ കൊടുക്കുന്നത്. വളരെ നല്ലത്. പക്ഷേ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ വീണ്ടും പല മാധ്യമങ്ങളും തപ്പിത്തിരയേണ്ടി വരും. നമുക്ക് വിശ്വസിക്കാവുന്ന കുറച്ച് മാധ്യമങ്ങളുണ്ട്, ഒരുപക്ഷെ അത് ഓൺലൈൻ മീഡിയാസ് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മീഡിയകളിലൂടെ നമുക്ക് അതിന്റെ സത്യം മനസ്സിലാക്കാം. പക്ഷെ ഒന്നോ രണ്ടോ ഒന്നും കണ്ടാൽ നമുക്കത് എന്താണ് സംഭവം എന്ന് പെട്ടെന്ന് മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്തായിരുന്നാലും വെടി നിർത്താൻ പോകുന്നു എന്നും യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുമുള്ള വാർത്തകൾ കേൾക്കുന്നു. സന്തോഷം. കേരളത്തിലെ ചില മാപ്രകൾക്കു മാത്രം, ചില തീവ്രവാദി ആശയക്കാർക്കു മാത്രം ഈ യുദ്ധം ഒരു 2020 മാച്ചാണ്. അവർക്ക് ഗാലറിയിൽ ഇരുന്ന് കമന്ററി പറയാനും അവര് ജയിച്ചു ഇവര് ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിക്കാനും ഒക്കെയുള്ള ഒരു മേഖലയായി, സാഹചര്യമായിട്ടാണ് അവരിതിനെ എടുത്തിട്ടുള്ളത്. ഗാസയിലെ ജനതയെ ഓടിച്ചപ്പോൾ ഇവരറിഞ്ഞില്ല ഇവർക്കും ഇതുപോലെ വരുമെന്ന്. ഗാസയിലെ ജനത എന്തുകൊണ്ടാണ് ഓടിയത് എന്ന് തലയ്ക്കകത്താള് താമസമുള്ളവർക്കറിയാം. ഏതെങ്കിലും ഒരു മുൻധാരണയോടുകൂടി ഈ ആശയത്തെ അനലൈസ് ചെയ്യാത്ത ആളുകൾക്ക് വേഗം കാര്യം മനസ്സിലാകും. ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരെ സുരക്ഷയാക്കാൻ, അവരെ സുരക്ഷിതത്വത്തിലാക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഭരണകൂടം അത് ചെയ്യാതെ വരികയും ഭരണാധികാരികൾ ഖത്തറിലും ഈജിപ്തിലും ഒക്കെ പോയിരുന്ന് സുഖവാസം അനുഭവിക്കുകയും മറ്റു ചില നേതാക്കൾ ടണലുകളിൽ പോയിരുന്ന് കുടുംബമൊത്ത് സുഖകരമായി ജീവിക്കുകയും ചെയ്തപ്പോൾ ബലിയാടപ്പെടാൻ വിധിക്കപ്പെട്ട ജനതയായി പോയതാണ് ഖാൻ യൂനിസിലെയും അതുപോലെ ഗാസയിലെയും ജനത. അതിന് ഇസ്രായേലിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബങ്കറിനകത്തിരുന്നിട്ടാണെങ്കിലും ശരി, ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ തിരിച്ചടി കിട്ടുന്നത് ആ ബങ്കറിനു മുകളിലുള്ള ആശുപത്രിക്കോ ആരാധനാലയത്തിനോ ഒക്കെ ആയിരിക്കും. അതിനകത്ത് തീവ്രവാദി കുഞ്ഞുങ്ങൾ, ഡ്രാഗൺ കുഞ്ഞുങ്ങൾക്ക് കയറിയിരുന്നിട്ട് ഇസ്രായേലിനെ അങ്ങ് ചൊറിയാമെന്ന് വിചാരിച്ചാൽ അനുഭവിക്കുകയല്ലാതെ മാർഗമുണ്ടാകില്ല. അപ്പൊ കേരളത്തിലെ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് ഇറാൻ അങ്ങനെ പറ്റി, ഇറാൻ അത് ചെയ്തു, ഇറാൻ ഇത് ചെയ്തു, ഇസ്രായേൽ ഇതാ നെട്ടോട്ടമോടുന്നു. ജൂതന്മാരെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞേച്ചു പോയതാ, നിന്നെയൊക്കെ അങ്ങ് കാച്ചിയേക്കണമെന്ന്, നിന്നെയൊക്കെ അങ്ങ് ഇല്ലാതാക്കണമെന്ന്, തീർക്കണമെന്ന്. ഒരു നന്മയുടെ പ്രതീകമായിരുന്നു ഈ പ്രവാചകനെങ്കിൽ മരണാസന്നമായ സാഹചര്യത്തിലെങ്കിലും അനുയായികളെ നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കൂ എന്ന് പറയുമായിരുന്നു. ഇത് ജീവിച്ചിരുന്നപ്പോഴും നന്മയില്ല, ചത്തു തൊലഞ്ഞപ്പോഴും നന്മയില്ല. ആ പ്രവാചകൻ കാരണമാണ് 6-ാം നൂറ്റാണ്ടിലെ ആ പഠിപ്പിച്ച അന്യമത വിരുദ്ധതകൾ പഠിപ്പിച്ച ഒരു ഗോത്ര പുസ്തകം കാരണമാണ് ഇന്നും മനുഷ്യന്മാർ പരസ്പരം തല തല്ലി കീറുന്നത്. കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ഉണ്ടോ ഇല്ലേ എന്നുറപ്പില്ലാത്ത ഒരു വാനലോക സ്വർഗത്തിനു വേണ്ടി മനുഷ്യൻ പരസ്പരം തമ്മിലടിച്ച് തല്ലിക്കീറുമ്പോൾ വാനലോകത്തിരുന്നിട്ട് സന്തോഷത്തോടുകൂടി ആർമാദിച്ച് ചിരിക്കുന്ന ഒരു പടച്ചോൻ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാലിട്ടിട്ട് മലർന്നു കിടക്കുന്ന പടച്ചവനെ സംബന്ധിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആരും പറയണ്ടല്ലോ. അങ്ങനെ മൂലവും പൂരാടവും ഒക്കെയുള്ള ഒരു പടച്ചവനെ സംബന്ധിച്ചിട്ടാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്നും ഈ പൊട്ടന്മാര്, മദ്രസ പൊട്ടന്മാർക്കുള്ള അത്ര ബുദ്ധിയും വിവരവും പോലും പ്രതീക്ഷിക്കണ്ട. മരണാസന്നനായ പ്രവാചകൻ
എന്താണ് അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞിട്ട് പോയത് എന്നല്ലേ? അവസാനത്തെ വാക്കുപോലും അവസാനത്തെ ജൂതനെയും തീർത്തിട്ടല്ലാതെ നിങ്ങളാരും വിശ്രമിക്കരുതു മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രവാചകൻ മരണപ്പെട്ടത് പോലും. അതിൽ നിന്ന് തന്നെ ഇവിടത്തെ നന്മ എന്താണ്, തിന്മ എന്താണ്, എന്താണ് ഈ പ്രവാചകൻ അനുയായികളെ പഠിപ്പിച്ചിട്ട് പോയത്, എന്തുകൊണ്ടാണ് ഈ അനുയായികൾ ഈ രൂപത്തിലാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കടന്നിട്ടാണ് അള്ളാന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുന്നത്. ആ മാറിൽ തലചായ്ച്ച് കിടന്നുകൊണ്ട് മുത്തു മുസ്തഫ ഇങ്ങനെ മരണവേദനയുടെ സമീപത്ത് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് ഉമ്മ കാതോർക്കുകയാണ്. മുത്തു മുസ്തഫ എന്താണ് ഈ പറയുന്നതെന്ന് കാതോർക്കുമ്പോ നേതാവായ റസൂല് പറയുന്നത് എന്താണെന്നോ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസറാനികളുടെ മേൽ അള്ളാന്റെ ശാപമുണ്ടാകട്ടെ. മുസ്തഫ എങ്ങനെയുണ്ട് അവസാനം? പോട്ടെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് മനുഷ്യന്മാരെ ചോരപ്പുഴ ഒഴുക്കി ആസ്വദിപ്പിച്ചു. ഒരുപാട് സ്ത്രീകളെ വിധവകളാക്കി, മക്കളില്ലാത്തവരാക്കി, ഒരുപാട് മക്കളെ അനാഥരാക്കി. ശരി, ചത്തു തൊലയുമ്പോഴെങ്കിലും ഒരു മാനസാന്തരം പ്രതീക്ഷിച്ചുകൂടെ? അതുപോലും ഈ നന്മയുടെ പ്രതീകമാണ് എന്ന് അഖിലാണ്ട ലോക മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ഈ പ്രവാചകനിൽ നിന്നും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്ത് തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഈ കാക്കാമാരുടെ തലച്ചോറിൽ ഇത്രയധികം ജൂതപ്പകയുണ്ടായത് എന്നതിന് എങ്ങും പോകണ്ട ഇനിയും ഉത്തരത്തിന്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി അവൻ ചത്തു എന്നാണ് കേട്ടത്. അവന്റെ ഡെഡ് ബോഡിക്കു വേണ്ടിയിട്ട് അലയുകയാണ് ഇറാൻ ജനത. ഹൂതികളും ഹമാസും ഹിസ്ബുല്ലയുമൊക്കെ നെഞ്ചിലിടിച്ച് നിലവിളിക്കുവാണ്. കാരണം ഖൊമേനിയുടെ അന്ത്യകർമ്മം ചെയ്യാൻ ശവമെങ്കിലും കിട്ടണം. പക്ഷേ ജൂതന്മാരല്ലേ ആളുകള്, നിക്കട്ടെ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന രൂപത്തിൽ നിൽക്കുന്നു എന്നാണ് കേട്ടത്. എന്തായിരുന്നാലും ഇവൻ ചത്തുപോയാൽ ഇറാൻ ജനത രക്ഷപ്പെട്ടു. ലോകത്തുള്ള സകലമാന മനുഷ്യർക്കും ഒരല്പമെങ്കിലും ആശ്വസിക്കാം, തീവ്രവാദത്തിന്റെ ഒരു കണികയെങ്കിലും നശിപ്പിച്ചു എന്ന രൂപത്തിൽ. ഇപ്പോ ഈ പരമോന്നത നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള അലി ഖൊമേനി ഇയാൾ ആവശ്യപ്പെട്ടാൽ ഒരാഴ്ചക്കകം വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇസ്രയേൽ പറഞ്ഞു. അപ്പോഴും ഇസ്രയേല് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, രണ്ട് വിഭാഗത്തിലും മരണമാണ് സംഭവിക്കുന്നത്, നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ജനങ്ങൾ പാനിക്കാണ്, ജനങ്ങൾ ജീവനും കയ്യിൽ പിടിച്ച് നെട്ടോട്ടമോടുകയാണ്. രണ്ട് രാജ്യത്തെയും ജനങ്ങൾ. ഈ രണ്ട് രാജ്യത്തെയും വ്യോമപാത അടച്ചു കഴിഞ്ഞാൽ, ആകാശപാത അടച്ചു കഴിഞ്ഞാൽ, കരമാർഗം അടച്ചു കഴിഞ്ഞാൽ മറ്റ് ലോക രാജ്യങ്ങൾക്ക് ചരക്ക് കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും യാത്രയ്ക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുവാണ്. ഇപ്പോ ഒരാഴ്ചക്കകം ആക്രമണം അവസാനിപ്പിക്കാനും നീക്കം എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതാൻസിലെ ആണവ കേന്ദ്രം ഇപ്പോൾ ഇല്ല എന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. ഫോർദോയിലും ഇസ്ഫഹാനിലും കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിന്. ഇസ്രായേലിനെ ഇനിയും ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ യുദ്ധം നീണ്ടുപോകുമെന്നും അതിന് തങ്ങൾക്ക് മടിയില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു. US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അവര് തന്നെ അതിനെ തിരിച്ചടിച്ചോളും. US-നെ എന്തെങ്കിലും ചെയ്താൽ ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം അവരെ അടിച്ചാൽ അവർക്കറിയാം തിരിച്ചടിക്കാൻ. ഇസ്രായേൽ വക്താവ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുന്നതിൽ നിന്ന് ഇപ്പോഴും എത്രയോ അകലെയാണ് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. കണ്ടോ, അവരിപ്പോഴും ആണവ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇറാൻ പ്രതിബദ്ധതയോടുകൂടി മുമ്പിലുണ്ട്. ആണവ കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണം നടത്താൻ സാധിച്ചു എന്നത് ഇസ്രായേലിന്റെ മികവാണ്. 10 വർഷത്തോളം ഇറാന്റെ ആണവ പദ്ധതിയെ പിന്നിലാക്കാൻ സാധിച്ചു എന്നാണ്
സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ തന്നെ ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ശത്രുക്കളുമില്ലാത്ത ഇറാൻ ആണവായുധമുണ്ടാക്കുന്നത് വെറുതെയല്ല. കാരണം അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് പ്രകാരം അവർ ജൂതന്മാരെ ഇല്ലാതാക്കും. ജൂതന്മാർക്കെതിരെ ഉപയോഗിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അപ്പോഴും